ഇരുമ്പ് പിടിച്ചാൽ ചൂടാകും. അത് അവിടുത്തെ സറൗണ്ടിങ് ഹീറ്റ് എന്തായാലും ഇരുമ്പിലേക്ക് വരും. അപ്പം അത് എന്തായാലും ചൂടാവും. ചൂടാവേണ്ട ഇരിക്കില്ല സാറേ. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലോ? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ കോസ്റ്റും അതുപോലെ നല്ലതാണ്. എൻ്റെ അറിവിൽ എത്ര ശതത്ത് തന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിന് 40-45,000 രൂപ അടുപ്പിച്ചാണ് വരുന്നുണ്ട് 1000 ലിറ്റർ ടാങ്കിന്. എന്നാൽ ഒരു വ്യത്യാസം അത് അവർ ക്ലെയിം ചെയ്യണത് അതിൻ്റെ അകത്ത് ചെളി പിടിക്കില്ല എന്നും ബാക്ടീരിയ കയറില്ല എന്നും പെട്ടെന്ന് വെള്ളം ഒലിച്ച് പോകാൻ പറ്റുമെന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യണത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇരുമ്പ് ചൂടാവുമോ എന്ന് ചോദിച്ചെന്ത് പറയാനാ? സാധാരണ വെള്ളത്തിനകത്ത് ചൂട് വരാതിരിക്കാൻ വേണ്ടിട്ട് അകത്ത് കോട്ടിങ് കൊടുക്കുന്നു, വെള്ള കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇരുമ്പ് പിടിച്ചാൽ ചൂടാകും. അത് അവിടുത്തെ സറൗണ്ടിങ് ഹീറ്റ് എന്തായാലും ഇരുമ്പിലേക്ക് വരും. അത് എന്തായാലും ചൂടാവും. ചൂടാവേണ്ട ഇരിക്കില്ല. അപ്പം അതങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ LDP ടാങ്ക് ഇച്ചിരി കട്ടിയുള്ള ടാങ്ക് ആണെങ്കിൽ ഈ പറഞ്ഞ ചൂടാണ് പ്രശ്നം അധികം ഉണ്ടാവാറില്ല. അതുമാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അവർ പറയണത്. പക്ഷേ അത് അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. വാഷിംഗ് പ്രശ്നം കൊണ്ട് തന്നെ അവർ കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോകാൻ പറയണത്. പക്ഷേ ഈ വാഷിംഗ് ചെയ്യുമ്പോൾ സൈഡിൽ പിടിച്ച് ഇരിക്കുന്ന ചെളി എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് അറിയില്ല. കാരണം സ്റ്റാൻഡ് മേലെ നിൽക്കുന്നത് കയറി കഴുകണം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല.